5 വർഷത്തെ മാതാപിതാക്കള്, പ്രത്യേകിച്ച് മാതാവ് ആ കുഞ്ഞിനെ ദൈവവചനത്താൽ അവന്റെ കുഞ്ഞു ഹൃദയത്തിൽ നിറച്ചപ്പോൾ, ക്രിസ്തുവിനെ കുറിച്ച് അവന്റെ കുഞ്ഞു ഹൃദയത്തിൽ പകർന്നു കൊടുത്തപ്പോൾ, ഫറവോന്റെ നിന്ന വലിയ ധനമൊന്നുണ്ടെന്ന് മിസ്രയീമിന്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമൊന്നുണ്ടെന്ന് ആ കുഞ്ഞിനെ പണിതെടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ചത് മാതാവാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളാണ് എന്നുള്ള കാര്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. അപ്പോസ്തലനായ തിമോഥെയോസ് ശാരീരികമായി താൻ ബലഹീനനാണ്. കാരണം പല രോഗങ്ങളും പൗലോസിനെ പോലെ തന്നെയും കടന്നു പിടിച്ചിരുന്നു. പക്ഷേ പൗലോസ് പറയുകയാണ് അവന്റെ യോഗ്യതകളെ കുറിച്ച്, അവന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച്. ഒരു മകൻ പിതാവിനെ ശുശ്രൂഷിക്കുന്നത് പോലെ പൗലോസിനെ ശുശ്രൂഷിച്ച അവന്റെ സ്വഭാവ ശ്രേഷ്ഠത 100 നാമോടെ പറയുവാൻ തക്കവണ്ണം ആ കുഞ്ഞിനെ ശിശുപ്രായത്തിലെ വളർത്തിയെടുത്ത ആ കുഞ്ഞിന്റെ അമ്മയായ യുനീക്കയെ ഞാനും നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് പലക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, മാതാപിതാക്കളോട്, എന്റെ മകളോട് എനിക്ക് പറയുവാനുള്ളത്, കുഞ്ഞിനെ കർത്താവിന് വേണ്ടി വളർത്തണം. അല്പം മാറ്റ പറഞ്ഞാൽ കുഞ്ഞിനെ അടിക്കുകയല്ല നമുക്ക് ചെയ്യുവാനുള്ളത്. ഒരു ദിവസം സൺഡേ സ്കൂളിന് പോയില്ലെങ്കിൽ കുഞ്ഞിനെ അതേ എരിവോടെ